ഞാൻ ഷാല തോമസ്. 28 വയസ്സ് പ്രായം. വരുന്ന ഡിസംബർ 11-ന് എന്റെ വിവാഹമാണ്. കല്യാണത്തിനോടടുക്കുമ്പോൾ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നിക്കുന്ന, എന്നാൽ തലമുറകളിൽ ചിലർക്കെങ്കിലും അത് പകർന്നു കൊടുത്തിട്ടുള്ള അമ്മാവന്മാർ ആൻഡ് അമ്മായിമാർ പെൺകുട്ടികളെ ഒരു പാഴ്സലിനോട് ഉപമിക്കാറുണ്ട്. ലൈക്ക് സംതിങ് വെയിറ്റിംഗ് ഫോർ പിക്കപ്പ് ടു ഡെസ്റ്റിനേഷൻ അഡ്രസ്. പക്ഷേ എന്റെ ഭാഗ്യത്തിന് ഐ ഫൗണ്ട് ദ റൈറ്റ് ഗൈ. ഞാൻ എന്റെ അച്ഛൻ തോമസ് ജോസഫിന്റെയും അമ്മ മറിയൻ ജോസഫിന്റെയും രണ്ടാമത്തെ കുട്ടിയാണ്. ചേട്ടൻ സാമുവൽ തോമസ്, എന്റെ അനിയത്തി ക്ലാര തോമസ്, പിന്നെ ചേട്ടന്റെ വൈഫ് നാൻസി സാമുവൽ. ഞങ്ങൾ ജനിച്ചതും വളർന്നതും എല്ലാം മറൈൻ സിറ്റിയിലാണ്. ബികോം ലോജിസ്റ്റിക്സ് ആൻഡ് ഓപ്പറേഷൻസ് പഠിച്ച ഞാൻ മറൈൻ സിറ്റിയിൽ തന്നെ കുറേ നാൾ ജോലി തപ്പി. ഒടുവിൽ ജനസിസ് ബയോടെക്കിൽ കയറി. അത് വേറെ തന്നെ ഒരു ലോകമാണ്. വളരെ ആധുനിക പരീക്ഷണങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം. 3 ഫേസ് ആയിട്ട് ജനസിസ് തിരിച്ചിട്ടുണ്ട്. ഞാൻ ബാക്ക് ഓഫീസിലായതുകൊണ്ട് ഫേസ് 1 വരെയാണ് എനിക്ക് എൻട്രി. എല്ലാവരുടെയും ഓഫീസ് സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫേസ് 1-ലാണ്. സയന്റിസ്റ്റുകൾക്ക് എന്നാൽ ഫേസ് 2 വരെ എൻട്രി ഉണ്ട്. വിനോദ് പ്രഭാകറാണ് അവിടുത്തെ ചീഫ് സയന്റിസ്റ്റ്. അങ്ങനെയുള്ള ലിമിറ്റഡ് ആൾക്കാർക്ക് മാത്രമേ ഫേസ് 3-ലേക്ക് എൻട്രി ഉള്ളൂ. ഒരു ഫേസ് ആണെങ്കിലും എൻ്റെ വർക്ക് ലോഡിന് കുറവൊന്നുമില്ലായിരുന്നു. മൊത്തം സ്ഥലത്തെ മെഡിസിൻസ്, എക്യുപ്മെന്റ്സ്, ഡ്രഗ്സ് തുടങ്ങി എല്ലാം ഞാനായിരുന്നു റിസീവ് ചെയ്ത് എത്തിക്കേണ്ടത്. ഈ ജോലി തിരക്കിനിടയ്ക്ക് കിട്ടുന്ന അവധിക്കാണ് ഓരോരുത്തർ എന്നെ പെണ്ണ് കാണാൻ വന്നിരുന്നത്. m4manavalan.com. ചിലപ്പോഴൊക്കെ ഔട്ട്ഡോർ പോയും കാണാറുണ്ട്. അങ്ങനെ ഒരിക്കൽ കണ്ട ഡേവിഡ് എന്ന പയ്യനുമായി സംസാരിച്ച് എൻഗേജ്മെന്റ് വരെ ഉറപ്പിച്ചതാണ്. എൻഗേജ്മെന്റിനോട് അടുത്തപ്പോഴാണ് ഞാൻ റെഡ് ഫ്ലാഗ് കണ്ടു തുടങ്ങിയത്. സ്ഥിരം റേഡിയോ കേൾക്കുന്ന ശ്രോതാവായി തുടങ്ങിയപ്പോൾ ഞാൻ വീട്ടിൽ കരഞ്ഞു പിടിച്ച് എൻഗേജ്മെന്റ് മുടക്കിച്ചു. ഐ ആം നോട്ട് ബീങ് ഹേർഡ് എന്ന് പറഞ്ഞു. അവിടുന്ന് 2 വർഷമായപ്പോഴാണ് അരുൺ ജേക്കബിനെ കാണുന്നതും കല്യാണം ഉറപ്പിക്കുന്നതും. ഫൈനലി ഐ ഫീൽ ലൈക്ക് ഐ എം ബീങ് ഹേർഡ്. അരുൺ ഒരു പോലീസുകാരൻ കൂടിയാണ്. പക്ഷേ അവന് ഡിസ്ട്രിക്ട് പോലീസ് ചീഫിന്റെ ഓഫീസിലാണ് ഡ്യൂട്ടി. അവിടെയാണെങ്കിൽ ഇപ്പോൾ ഒരു ഡിഫൻസ് ഓഫീസറാണ് ചീഫ്. അതുകൊണ്ട് സമയം അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ കറങ്ങാൻ പോകാറുണ്ട്. ഭാവിയിലേക്ക് സേവ് ചെയ്യാൻ ഞങ്ങൾ വെഡ്ഡിങ് മാക്സിമം ചെറിയ ഫംഗ്ഷൻ ആക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഒരുമിച്ചിരുന്നൊരു PPT ഉണ്ടാക്കി ഞങ്ങളുടെ വീട്ടിൽ വരെ അത് പ്രസന്റ് ചെയ്ത് പാസ്സാക്കി. പക്ഷെ ഞങ്ങളുടെ കല്യാണ ദിവസം മാത്രം ആ ഇരുണ്ട് നശിച്ച ദിനമായി പോയി. ഡേ ഓഫ് ജനസിസ്. ഞാനടക്കം നിരവധി പേർക്ക് എല്ലാം നഷ്ടപ്പെട്ട ദിവസം. കല്യാണത്തലേന്ന് വരെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റി. അത്രയും ലീവ് കല്യാണശേഷം എടുക്കാമെന്നതായിരുന്നു എൻ്റെ പദ്ധതി. പിറ്റേ ദിവസം, അതായത് ഡിസംബർ 11-ന് തന്നെയാണ് പ്രൊഫൈൽ ആക്സസ് നടക്കുന്നത്. ജനസിസിൽ അതിനായി തലേ ദിവസം ബാൻഡ് ഡ്രഗ്സ് വന്നതും ഞാനത് മാറ്റിവെച്ചതും, പിന്നീട് കല്യാണ ട്രീറ്റ് എന്ന് പറഞ്ഞ് ഡ്രിങ്ക്സിൽ എന്തോ കലർത്തി തന്ന് ഞാൻ ഉറങ്ങിപ്പോയതും, വിനോദ് ഞാനറിയാതെ ബാക്ക് ഓഫീസിൽ വന്ന് ഡ്രഗ്സ് എടുത്തതും എല്ലാം കൂടി അന്നേ ദിവസം കടന്നുപോയി. പിറ്റേ ദിവസമായ എൻ്റെ കല്യാണത്തിന് കാറ്ററിങ്ങിന് വന്ന പയ്യൻ ഇൻഫെക്റ്റഡായി മാറി. ജനസിസ് ബയോടെക്സ് വഴി വന്നപ്പോൾ പറ്റിയതാണ്. അങ്ങനെ അയാൾ ബാക്കിയുള്ളവരെയും ഇൻഫെക്റ്റഡ് ആക്കി. അതിലൊന്ന് എന്നെയും. എന്നാൽ ഞാൻ മാത്രം ടേൺ ആയില്ല. പകരം അതെനിക്ക് സൂപ്പർ സ്ട്രെങ്ത് തന്നു, ടെലിപ്പതി സ്കിൽസ് തന്നു, ഡ്യൂറബിലിറ്റി തന്നു. 3 മാസത്തെ കോമ കഴിഞ്ഞ് എഴുന്നേറ്റ ഞാൻ ഷാലയിൽ നിന്നും ഷാങ്ക്രിലായി മാറി. ഫാമിലി മുഴുവൻ പോയതിൻ്റെ വേദന എന്നെ വല്ലാതെ അലട്ടിയിരുന്നു. എന്നേക്കാൾ നഷ്ടം വന്നവർ ചുറ്റുമുണ്ട്. അവരെ കൂടി രക്ഷിക്കാനാകും എൻ്റെ നിയോഗമെന്ന് പിന്നീട് തോന്നി. എഡ്ഡിയും സഞ്ജനയും എന്നെ എലമെന്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് എന്നെപ്പോലെ മറ്റു പലരുമുണ്ടെന്ന് മനസ്സിലായി. എനിക്ക് ട്രെയിനിങ് കിട്ടി. പവർ യൂസ് ചെയ്യാൻ പഠിച്ചു. അവിടെ പുതിയൊരു ഫാമിലി ഉണ്ടായി. ഒടുവിൽ ഞങ്ങൾ ദ റെസിസ്റ്റൻസ് ഫോഴ്സായി.